ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്വിസ് മാസ്റ്റർ ബൈ ആർദ്ര. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വായനാ ദിന ക്വിസിലെ ബോണസ് ക്വസ്റ്റ്യൻ വിജയാണ് അശ്വതി KR എന്ന അക്കൗണ്ടാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ബഷീർ ജനിച്ചത് എന്നാണ്? ഉത്തരം 1908 ജനുവരി 21. ബഷീറിൻ്റെ ജന്മദേശം എവിടെയാണ്? കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് ബഷീർ ജനിച്ചത്. ബഷീറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? സോജ രാജകുമാരി. സോജ രാജകുമാരിയാണ് ബഷീറിൻ്റെ ഇഷ്ടപ്പെട്ട ഗാനം. ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? ഉത്തരം ബേപ്പൂർ സുൽത്താൻ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ്? ഉത്തരം 1942 വന്ന പ്രേമലേഖനം. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പുപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഉത്തരം ഡോക്ടർ റൊണാൾഡ് E. ആഷർ. ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനം എഴുതിയത് ഏത് തൂലികാനാമത്തിലാണ്? ഉത്തരം പ്രഭ. പ്രഭയാണ് ബഷീറിൻ്റെ തൂലികാനാമം. വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഖി ആദ്യം എഴുതിയത് ഏതു ഭാഷയിലാണ്? ഉത്തരം ഇംഗ്ലീഷിൽ. ബഷീറിന് ജയിൽവാസം ലഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം കോഴിക്കോട് വച്ച് നടന്ന ഉപ്പ് സത്യാഗ്രഹം. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവി ഓർക്കുക അന്തിമ കാഹളം. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിനാണ് ആദ്യ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കിട്ടിയത്. ബഷീർ ആകെ ഒരു നാടകം മാത്രമാണ് രചിച്ചിട്ടുള്ളത്. ഏതാണ് ബഷീർ എഴുതിയ നാടകം? ഉത്തരം കഥാബീജം. ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി എന്ന പത്രത്തിലായിരുന്നു. ഏതായിരുന്നു ആ കഥ? ഉത്തരം തങ്കം. ബാല്യകാല സഖിയുടെ സുവർണ ജൂബിലി പതിപ്പ് പുറത്തുവന്ന വർഷം ഏത്? 1994 ഓഗസ്റ്റിൽ. ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേര് എന്താണ്? ഉത്തരം പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീർ മരിച്ചതിനു ശേഷം പുറത്തിറക്കിയ ബഷീറിൻ്റെ 3 കൃതികൾ ഏതാണ്? യാ ഇലാഹി, പ്രേംപാറ്റ, ജീവിതം ഒരു അനുഗ്രഹം. ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര്? ഉത്തരം P. ഭാസ്കരൻ. ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നാണ്? ഉത്തരം എൻ്റെ ഉപ്പുപ്പാപ്പാക്ക് ഒരാനയുണ്ടായിരുന്നു. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നും കൂടി പേരുള്ളത്? ഉത്തരം കിട്ടിയവർ വേഗം കമൻറ്റ് ചെയ്യൂ.